ദത്തെടുക്കാമെന്ന് ആലോചിക്കുക. എനിക്കും സരോജയ്ക്കും കുട്ടികളുണ്ടാവില്ലെന്ന് മനസ്സിലാക്കിയതിന് ശേഷവും ഇങ്ങനെയൊന്നും നടന്നാൽ ശരിയാവില്ലമ്മേ. ആരെയാ ദത്തെടുക്കാൻ ഉദ്ദേശിക്കുന്നേ? ആരെങ്കിലും എന്തിനാ അമ്മയെ ദത്തെടുക്കുന്നത്? അനന്യമോള് ദത്തെടുക്കുന്ന കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്. ഇവരെന്താ ഈ പറയുന്നത്? എന്നെ ദത്തെടുക്കുന്ന കാര്യമാണല്ലോ സംസാരിക്കുന്നത്. കുറച്ചു ദിവസം ഇവിടെ നിന്നിട്ട് പോകാമെന്ന് കരുതിയതാ ഞാൻ. അതിനുള്ളിൽ ഇവരിങ്ങനൊരു തീരുമാനമെടുത്താൽ? അതെ അമ്മേ, ഞാൻ സരോജ അനന്യയെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന അന്നു മുതൽ ഞങ്ങളുടെ സ്വന്തം മകളെ പോലെ അവളെ കാണുന്നത്. അവൾക്ക് ഞങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. അതുമാത്രമല്ല, അവൾക്ക് സ്വന്തമെന്ന് പറയാൻ ആരുമില്ല. അതുകൊണ്ട് ഇനി മുതൽ അവൾ ഞങ്ങളുടെ മകളായി ഈ വീട്ടിൽ നിൽക്കട്ടെ. ഓ, ഭാര്യയും ഭർത്താവും കൂടെ തീരുമാനിച്ചിട്ടാണല്ലേ എന്നോട് പറയുന്നത്? അതോ എനിക്ക് വിരോധമില്ലെന്ന്? അമ്മ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കില്ല. നീ ഇനി എന്ത് പറഞ്ഞാലും അനന്യയെ ദത്തെടുക്കാൻ സമ്മതിക്കില്ല. അമ്മേ, നീ ഇനി ഒന്നും പറയണ്ട. ഞാൻ ഒരിക്കൽ പറഞ്ഞതാ. എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല. നോക്കൂ വിക്രം, ഈ വീട്ടിൽ അവസാനത്തെ തീരുമാനം എന്തായാലും അത് ഏട്ടത്തിയുടെയാ. ദത്തെടുക്കുന്നത് അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അവരെ നിർബന്ധിക്കുന്നത് ശരിയല്ല മോനെ. അതെ വിക്രം, ചേച്ചി എന്ത് തീരുമാനമെടുത്താലും അത് ആലോചിച്ചിട്ടല്ലേ എടുക്കാറുള്ളൂ. അവരനന്യയെ ദത്തെടുക്കണ്ട എന്നാണ് പറയുന്നതെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. വേണ്ട വിക്രം. അമ്മ അനന്യയെ ദത്തെടുക്കാൻ എന്തുകൊണ്ടാ വേണ്ടെന്ന് പറയുന്നത്? എന്താ, അവളൊരു നല്ല പെൺകുട്ടിയല്ലേ? നല്ലയാളാണോ ചീത്തയാളാണോ എന്നതല്ല വിഷയം. അവൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ അവളെ പറ്റി മനസ്സിലാക്കിയതാ പ്രധാനം. എന്ത് മനസ്സിലാക്കിയെന്ന് അമ്മ പറയുന്നത്? ദേ നോക്ക് സരോജ, എനിക്ക് നിന്നോടോ വിക്രമിനോടോ ഒരു ദേഷ്യമില്ല. ഞാൻ അനന്യയെ പറ്റി മനസ്സിലാക്കിയെടുത്തോളം അവളുടെ പെരുമാറ്റം അത്ര നല്ലതല്ല. മനുഷ്യരോട് ഇടപെടാനോ സ്നേഹിക്കാനോ ഒന്നുമല്ല. അവളുടെ അച്ഛനമ്മമാരെ കൊന്നവരെ വെറുതെ വിടില്ലെന്നാ പറയുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അനന്യ അന്വേഷിച്ച് പോലീസ് ഈ വീട്ടിലേക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അവളെ ദത്തെടുത്താൽ ഞാൻ ഈ വീട്ടിലുണ്ടാകില്ല. ഇനിയല്ല നിങ്ങൾ അർജുൻ വിടറ. എന്താണ് നിന്റെ പ്രശ്നം? ദിവസം ഓരോരുത്തരോട് മറുപടി പറഞ്ഞാൽ മടുത്തു. എല്ലാരും വന്ന് എന്നോട് ചോദിക്കുന്നേ, അർജുൻ എല്ലാ കാര്യങ്ങളും നിന്നോടല്ലേ പറയാറുള്ളേന്ന്. അവരോട് എല്ലാവരോടും മറുപടി പറഞ്ഞ എന്റെ തല പെരുത്തിരിക്കുക. നീയാണെങ്കിൽ ഞാൻ പറയുന്നതോട്ട് കേൾക്കുന്നുമില്ല. നിന്നോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഇനി കുറച്ച് ദിവസം കൂടെ ഒന്ന് മാനേജ് ചെയ്യേണ്ട ഏട്ടാ. അത് കഴിഞ്ഞ് ഞാൻ ശല്യം ചെയ്യില്ല. ശരി ശരി, കുഴപ്പമില്ല. അതിരിക്കട്ടെ, പെട്ടെന്ന് എന്താ സാർ ഓഫീസിലേക്കൊക്കെ? എന്താണാവോ കാര്യം? കാര്യം ഉള്ളതുകൊണ്ടല്ലേ ഏട്ടാ ഞാൻ വന്നത്. അവളിന്ന് കുറെ നാളിന് ശേഷം അമ്പലത്തിൽ വന്നിരുന്നു. അവളോട് സംസാരിക്കാൻ ഞാൻ നന്നായി ട്രൈ ചെയ്തു, പക്ഷെ പറ്റിയില്ല. എന്താടാ, ആ പെൺകുട്ടി നിന്നോട് സംസാരിക്കില്ലെന്ന് വല്ലതും പറഞ്ഞു?
ദയവ് ചെയ്ത് എന്റെ പിന്നാലെ നടക്കാൻ ശ്രമിക്കരുത്. എനിക്കതൊന്നും ഇഷ്ടമല്ല. നോ നോ നോ, അനന്യ അങ്ങനെയൊന്നും പറഞ്ഞില്ല ഏട്ടാ. അവളുടെ കൂടെ വേറെ രണ്ടുപേരുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത് അവളുടെ അച്ഛനും അമ്മയും ആയിരിക്കുമെന്ന്. അപ്പൊ പിന്നെ നീ അവരോട് പോയി സംസാരിച്ചോ? അവരോട് ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചു ഏട്ടാ. ആ കൃത്യസമയത്ത് തന്നെ അമ്മ എന്നെ ഫോൺ ചെയ്തു. അവർ പോവുകയും ചെയ്തു. പ്ലീസ് ഏട്ടാ, എനിക്ക് അനന്യയോട് സംസാരിക്കാതിരിക്കാൻ കഴിയുന്നേ ഇല്ല. എന്തോ ഡെയിലി അവളെ കാണണമെന്നും സംസാരിക്കണമെന്നും മനസ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതിന് ചേട്ടൻ തന്നെ എനിക്ക് നല്ലൊരു ഐഡിയ പറഞ്ഞു തരണം. ഓഹോഹോഹോ, അപ്പൊ എന്റെ പുന്നാരനിയൻ ഓഫീസിൽ വന്നത് ജോലി ചെയ്യാനാണെന്ന് അച്ഛനോട് പറഞ്ഞത് വെറും കള്ളമായിരുന്നല്ലേ? പിന്നെ അല്ലാതെ അച്ഛനോട് ഇതാ കാര്യമൊന്നും എനിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ ഏട്ടാ? നോക്ക്, ഓഫീസ് നോക്കാൻ ഏട്ടനും അച്ഛനും പിന്നെ ചെറിയ അച്ഛനൊക്കെ ഇല്ലേ ഇവിടെ? അതിന്റെ കൂടെ ഞാനും കൂടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? ഇപ്പൊ എന്റെ ഇന്റൻഷൻ എന്താണെന്ന് വെച്ചാ അനന്യോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കണം. അതിന് ഏട്ടൻ വഴി പറഞ്ഞു തന്നേ പറ്റൂ. ഡാ, നീ എന്താ എന്നെ പറ്റി കരുതിയിരിക്കുന്നത്? ഞാൻ എന്താ ഐഡിയ കൊടുക്കുന്ന ബാങ്ക് ആണെന്നോ? ബാങ്കോ ബാങ്കറോ അതൊന്നും എനിക്കറിയില്ല. മര്യാദയ്ക്ക് ഐഡിയ തന്നോ, അതാ നല്ലത്. വരണ്ട മരുഭൂമിയിൽ വാടി തളർന്നു നടക്കുന്ന പ്രണയമാവുന്ന എന്റെ ചെടിക്ക് ഐഡിയ എന്ന ജലം നൽകി ഏട്ടൻ തന്നെ തളിർപ്പിച്ചേ പറ്റൂ. ഞാൻ ഏട്ടനെ വിശ്വസിക്കുക. എന്നെ സഹായിക്കണോ അതോ വേണ്ടയോന്ന് ഏട്ടൻ തന്നെ തീരുമാനിക്കും. നിന്നെ കൊണ്ട് വലിയ ശല്യം ആയാലോടാ. ഇപ്പൊ എന്ത് ചെയ്യാനാ? നിനക്ക് എന്ത് ഐഡിയ പറഞ്ഞു തരിക? ആ, നീ ഒരു കാര്യം ചെയ്. നിന്റെ ലവ് മാറ്റർ അച്ഛനോടും അമ്മയോടും പറഞ്ഞ് അവരെ കൊണ്ട് നേരെ അവളെ പെണ്ണ് കാണാൻ വേണ്ടി അവളുടെ വീട്ടിൽ കയറിച്ചല്ലേ? അതിലും നല്ലത് ഒരു വടി എടുത്തു കൊടുത്തിട്ട് എന്റെ തലക്കടിക്കാൻ പറയുന്നതാ. എന്താ ഏട്ടാ, അച്ഛനോടും അമ്മയോടും പ്രണയത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അതൊന്നും തൽക്കാലം ഇപ്പൊ വേണ്ട. അനന്യ ഓക്കെ പറഞ്ഞതിന് ശേഷം പറയാം. ഇപ്പൊ എനിക്ക് വേണ്ട ഐഡിയ എന്താന്ന് വെച്ചാ, അനന്യ അവളുടെ മനസ്സിൽ എന്നെ കുറിച്ച് എന്താ ചിന്തിക്കുന്നതെന്ന് അറിയണം. പിന്നെ അവള് സ്നേഹിക്കുകയും വേണം. എന്റെ മനസ്സിൽ ഇപ്പൊ ഒരു ഐഡിയ വരുന്നില്ലല്ലോടാ. പ്ലീസ് എന്റെ ഏട്ടാ, എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് കണ്ടുപിടിച്ച് പറഞ്ഞതാ. എന്റെ പ്രണയം ഒന്ന് വിജയിപ്പിക്കണം. ഏട്ടാ, ഞാൻ ഏട്ടനോട് പറഞ്ഞില്ലേ അമ്പലത്തിലെ അനന്യയുടെ അമ്മയും അച്ഛനും വന്നിരുന്നു. അദ്ദേഹം എനിക്കെന്ന കാർഡായത്. ഏട്ടാ, അവർക്ക് നമ്മുടെ ഇതുപോലെ കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ട്. ഞാനും അവരോട് എനിക്ക് കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടെന്ന് പറഞ്ഞ് അവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. ഇത് നല്ല ഐഡിയ അല്ലേ ഏട്ടാ? ഹലോ ഹലോ, നീ ഒന്ന് സമാധാനപ്പെട്. സ്വന്തമായിട്ടൊരു കമ്പനി ഉണ്ടെന്ന് നീ എങ്ങനെ അവരോട് പറഞ്ഞാ? കാത്ത തീർന്നു. ചേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? പിന്നെ അല്ലാതെ. നിനക്കാണെങ്കിൽ കൺസ്ട്രക്ഷൻ ബിസിനസിനെ പറ്റി ഒന്നും അറിയില്ലല്ലോ. ഒരു പക്ഷേ ബിസിനസിനെ പറ്റി അവർ നിന്നോട് എന്തെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ നീ പെട്ടുപോയനെ മോനെ. അത് ശരിയാണല്ലോ. ഏട്ടൻ പറഞ്ഞാലും കാര്യമുണ്ട്. അവരോട് ഇനിയിപ്പോ എന്താ പറയാ? യെസ്, ഞാനിപ്പോ എന്റെ സിവിൽ എഞ്ചിനീയറിംഗ് കോഴ്സ് കഴിഞ്ഞു. അത് നല്ലൊരു അവസരമായി കണ്ട് അവരുടെ കമ്പനിയിൽ എനിക്ക് ജോലി ഓഫർ ചെയ്താലോ? ഹലോ, നിങ്ങൾക്ക് എന്ത് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് അവർ ചോദിച്ചു കഴിഞ്ഞാ സാർ എന്ത് മറുപടി പറയും? അതിനല്ലേ ഏട്ടൻ ഇവിടെ ഉള്ളത്. എന്താണ് പറഞ്ഞേ? നീ ഒന്ന് പേടിക്കാതെ മാൻ. അത് മാനേജ് ചെയ്യാൻ വേണ്ടിയല്ലേ ആവൽ ബാന്ധവനെ പോലെ ഏട്ടൻ എന്റെ കൂടെ തന്നെ ഉള്ളത്. എന്നുവെച്ചാ നീ എന്താ പറഞ്ഞു വരുന്നേ? ഏട്ടനെ റെഫറൻസ് പറഞ്ഞ ഏട്ടന്റെ നമ്പർ കൂടി ഞാൻ അവർക്ക് കൊടുക്കാം. ഒരുപക്ഷെ അവിടുന്ന് ആരെങ്കിലും ഏട്ടനെ ഫോൺ ചെയ്യാണെന്നുണ്ടെങ്കിൽ മാനേജ് ചെയ്യണം. എന്ത് പറഞ്ഞിട്ടായിരിക്കണം? എനിക്കതൊന്നും അറിയില്ല. എല്ലാം എന്റെ ഏട്ടൻ തന്നെ മാനേജ് ചെയ്തോണം. ശരി, എല്ലാം അപ്പൊ പറഞ്ഞ പോലെ. പ്ലീസ് ഏട്ടാ, എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേറെ ആരും ഇല്ലാത്തോണ്ടല്ലേ. ശരിയടാ, ഓക്കെ. അവർ ഫോൺ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞോളാം. മൈ സ്വീറ്റ് ബ്രദർ. ഏട്ടൻ ഉണ്ടാവുകയാണെങ്കിൽ ഇതുപോലെ ഇരിക്കണം. ബൈ. അർജുൻ, നീ ഇപ്പൊ എങ്ങോട്ടാ പോകുന്നേ? വേറെ എങ്ങോട്ട് പോവാനാ? എന്റെ അമ്മായിച്ചന്റെ കീഴിൽ ജോലി കിട്ടുമെന്ന് നോക്കാൻ പോവാ. അച്ഛൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയണ്ടേ? ഇനി അതും കൂടി ഞാൻ പറഞ്ഞു തരണോ? എല്ലാം ഏട്ടൻ തന്നെ മാനേജ് ചെയ്യണം. ചക്കര ഏട്ടനല്ലേ. ബൈ. രാജി, എന്താ ഗൗരവമായിട്ട് ആലോചിക്കുന്നേ? എന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? വേറെ എന്താ ഏട്ടാ, സ്വത്ത് നമുക്ക് തരുന്നതിൽ വിക്രമും സരോജയെ എതിര് നിൽക്കുകയാണല്ലോ. എന്തെങ്കിലും ചെയ്ത് അവരെ കൊന്നിട്ട് ഒരു തടസ്സവുമില്ലാതെ ഈ സ്വത്തെല്ലാം കൈക്കലാക്കാമെന്ന് വിചാരിച്ചാൽ നാടും പേരും ഒന്നും അറിയാത്ത ഒരുത്തി വന്ന് തടസ്സം നിൽക്കുകയാണല്ലോ. കുറച്ചു ദിവസം ഇവിടെ നിന്നിട്ട് പോകുമെന്ന് വിചാരിച്ചതാ. ഇപ്പൊ അവളെ ദത്തെടുത്ത് ഈ വീടിന്റെ അവകാശിയാക്കാൻ പോവുക. വിക്രത്തിനെ സരോജയെ ഇങ്ങനെ വിട്ടാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യമൊന്നും നടക്കാൻ പോകുന്നില്ല. അവരെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ നമുക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവും ഉണ്ടാവില്ല. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? എല്ലാം എന്നോട് ചോദിച്ചാൽ എങ്ങനെയാ? നിങ്ങളുടെ തലേ ബുദ്ധിയില്ലേ? എന്തെങ്കിലും ഒന്ന് ആലോചിക്കും. ആലോചിക്കാൻ എന്തിരിക്കുന്നു രാജി?
എന്തായാലും അയാൾ പാമ്പിനെ കൊണ്ടുവരുമല്ലോ. ആ പാമ്പ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ എല്ലാം കഴിയും. നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നത്? എനിക്ക് ബുദ്ധിയില്ലെന്നല്ലേ നീ പറഞ്ഞത്? ഇപ്പൊ യഥാർത്ഥത്തിൽ ബുദ്ധിയില്ലാത്തത് നിനക്കാ. രാജബൊമ്പാലിയെ കൊണ്ടുവന്നു സരോജത്തിനെ കടിപ്പിച്ചാൽ സരോജം മരിക്കും. സരോജം മരിച്ചു കഴിഞ്ഞാൽ അനന്യെ പിന്നെ ഇവരെങ്ങനെ ദത്തെടുക്കും? ശരിയാണല്ലോ, എനിക്കെന്താ ഇത് തോന്നാത്തേ? അതുകൊണ്ടാ ചോദിച്ചേ എന്തിനാ ടെൻഷൻ അടിക്കുന്നതെന്ന്. ടെൻഷൻ കൂടിയാലേ തലച്ചോറ് ജോലി ചെയ്യുന്നത് കുറയ്ക്കും. അതുകൊണ്ട് ഒന്നും പ്ലാൻ ചെയ്യാൻ കഴിയില്ല. നമ്മൾ എന്തു ചെയ്താലും ആലോചിച്ച് ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കണം. ശരി. കൂൾ കൂൾ. ഇപ്പൊ തന്നെ ആ പാമ്പാട്ടിയെ വിളിച്ച് രാജവെമ്പാലെ കിട്ടിയോന്ന് ചോദിക്ക്. കിട്ടിയ ഉടനെ കൊണ്ടുവരാൻ പറ. ശരി മാഡം, ഇപ്പൊ തന്നെ ഫോൺ ചെയ്തേക്കാം. നീ കൂളായിരിക്കേ. ഇപ്പൊ ദത്തെടുക്കേണ്ട ആവശ്യം എന്താ? നിങ്ങളുടെ മകളായി ഈ വീട്ടിലേക്ക് വരുന്നത് എനിക്ക് തീരെ താല്പര്യമില്ല. ദേവി ഇത് അങ്ങനെ പറയില്ലേ അമ്മ, പ്ലീസ്. എനിക്ക് അനന്യ തന്നെ മകളായിട്ട് വരണം. നോക്കൂ സരോജ, എനിക്ക് നിന്നെപ്പറ്റി നല്ല അഭിപ്രായം ഉള്ളത്. അഭിപ്രായം എന്നതിനേക്കാൾ ഉപരി എനിക്ക് നീ സ്വന്തം മോളെ പോലെയാ. അത് നീ ഇല്ലാതാക്കരുത്. അതെ സരോജ, ഏട്ടത്തിക്ക് നിന്നോട് ഒരുപാട് സ്നേഹമുണ്ട്. അതുമാത്രമല്ല, അനന്യയെ പറ്റി നമുക്ക് വേറൊന്നും അറിയില്ലല്ലോ. അങ്ങനെയുള്ളപ്പോ അവളെ ദത്തെടുക്കുന്ന കാര്യത്തിൽ എനിക്ക് എതിർപ്പുണ്ട്. ഇതിനേക്കാൾ എല്ലാം പ്രധാനം അനന്യ ആരാണ്, അവളുടെ അച്ഛനും അമ്മയും ആരാന്ന് നമുക്കറിയില്ലല്ലോ. പകൽ സമയത്ത് വീട്ടിൽ തന്നെ ഉണ്ടാവും, എന്നാൽ അർദ്ധരാത്രിയിൽ എവിടെ എഴുന്നേറ്റ് പോകും. അവൾ എപ്പോ വരുന്നു പോകുന്നു എന്നൊന്നും നമുക്കറിയില്ല. അവളുടെ പ്രവൃത്തികളെല്ലാം സംശയകരമാണ്. അങ്ങനെയുള്ളവളെ നമ്മൾ ദത്തെടുക്കാന്ന് വെച്ചാ വേലിയിൽ കിടക്കുന്ന പാമ്പിനെ എടുത്ത് കഴുത്തിൽ ചുറ്റിയ പോലെയാകും. അതല്ല ചെറിയമ്മേ, നിങ്ങൾ ഒരാവശ്യമില്ലാതെയാ അനന്യ ഇങ്ങനെ സംശയിക്കുന്നത്. വിക്രം, രാജേശ്വരി പറയുന്നതാണ് അതിന്റെ ശരി. അനന്യ ഈ വീട്ടിലേക്ക് വന്നപ്പോഴേ ഞാൻ എതിർത്തതാ. ഇപ്പോഴും എനിക്ക് അതേ പറയാനുള്ളൂ. എന്തിനാ അങ്ങനെ പിടിവാശി കാണിക്കുന്നേ? വിക്രമിന്റെ സരോജത്തിന്റെ സന്തോഷമല്ലേ നമുക്ക് മുഖ്യം. അങ്ങനെയുള്ളപ്പോ അവരുടെ ഇഷ്ടപ്രകാരം ദത്തെടുക്കാൻ സമ്മതിക്കണം. ദേവാ, നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ സത്യമാ പറഞ്ഞ ചേട്ടത്തി. തനിക്കൊരു കുഞ്ഞില്ലാത്തതുകൊണ്ട് സരോജം വളരെ വിഷമത്തില്ല. അവളെ കാണുമ്പോഴുള്ള വിഷമം വിക്രം കടിച്ചമർത്തുക. ഇപ്പോ അനന്യ ദത്തെടുക്കണമെന്ന് അവർ വളരെ ആഗ്രഹിക്കുന്നു. അവരെ നമ്മളെന്തിനാ എതിർക്കുന്നേ? ഏട്ടത്തി ഇങ്ങനെ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ എന്തു ഭാവിച്ച? രാജി, നിനക്കൊരു മകനുണ്ട്. അതുകൊണ്ടാണ് സരോജത്തിന്റെ വിഷമം നിനക്ക് മനസ്സിലാകാത്തെ. ഏട്ടത്തി, അനന്യയെ ദത്തെടുക്കാൻ വേണ്ടി ദയവായി ഇവർക്ക് സമ്മതം കൊടുക്കണം.
ശരി, ദേവൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ സമ്മതിക്കാം. നിങ്ങൾക്ക് ഇവളെ ദത്തെടുക്കാം. താങ്ക്സ് ചെറിയച്ഛ. ചെറിയച്ഛൻ എനിക്ക് വേണ്ടി സംസാരിച്ചതിനെ. ആരോടാ ഈ നന്ദി പറയുന്നേ? നിന്റെ സന്തോഷമാണ് എന്റെയും സന്തോഷം. നിങ്ങളുടെ സന്തോഷമാണ് ഞങ്ങൾക്ക് പ്രധാനം. ആ നാഗകന്യക ഇനി എവിടെയാണ് അന്വേഷിക്കേണ്ടത്? എവിടെ തിരഞ്ഞിട്ടും അവളെ കിട്ടിയില്ലല്ലോ. അവൾ എവിടേക്കാണ് പോയതെന്നും അറിയില്ല. ഏത് ഗ്രാമത്തിലാണ് ഒളിച്ചിരിക്കുന്നതെന്നും അറിയില്ല. അവളിനി എങ്ങനെ കണ്ടുപിടിക്കും? എന്താ അമ്മേ? നീ ഇപ്പൊ എവിടാ? ഞാനിപ്പോ പുറത്താ. എന്തു പറ്റി? അർജുനെ എവിടെയെങ്കിലും കണ്ടോ? ഇല്ലല്ലോ. എന്താ, അവനവിടെ വീട്ടിലില്ലേ? അവൻ ഇവിടെ ഇല്ല. രാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് പോയാ പിന്നെ വീട്ടിലേക്ക് വരുന്നത് പാതിരാത്രിക്കാ. വിഷ്ണുവിനോട് പറഞ്ഞ ബിസിനസ് ബിസിനസ് എന്നും പറഞ്ഞ് ഞാൻ പറയുന്നത് കേൾക്കുന്നേ ഇല്ല. ഇനി മുതൽ നീ വേണോ അവനെ ശ്രദ്ധിക്കാൻ. ഇതെന്താ ഇത്രയും നാളായിട്ട് എന്നോട് പറയാതിരുന്നേ? പറയാതിരുന്നോ? അതിന് നിന്നെ കണ്ടിട്ട് വേണ്ടേ? ശരി, വിട്ടേക്ക്. ഇപ്പോഴെങ്കിലും എന്നോട് പറഞ്ഞല്ലോ. ഇനി അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ശരി, ഞാൻ ഫോൺ വെക്കാണേ. രാവിലെ വീട്ടിൽ നിന്നിറങ്ങി അർദ്ധരാത്രി കയറി വരണമെങ്കിൽ ഇവനിത് എവിടെയാ പോകുന്നത്? ഇനിയൊരു പക്ഷേ ഏതെങ്കിലും പെണ്ണിന്റെ പുറകെയാണോ? എന്തായാലും അമ്മ പറഞ്ഞതുപോലെ അവനെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അനന്യ, സാരയില്ല അമ്മേ. അനന്യേ, ഞങ്ങൾ നിന്നെ ദത്തെടുത്താലോ എന്ന് ആലോചിക്കുക. ഈ കാര്യം വീട്ടിലുള്ള എല്ലാവരോടും പറയുന്നതിന് മുമ്പ് നിന്നോട് പറയണമായിരുന്നു. പക്ഷേ മുതിർന്നവരുടെ സമ്മതമില്ലാതെ നിന്നോടത് പറയുന്നത് ശരിയല്ലല്ലോ. ഇപ്പൊ നിന്നെ ദത്തെടുക്കാൻ വേണ്ടി വീട്ടിലെല്ലാവരും സമ്മതിച്ചു. ഈ സന്തോഷ വാർത്ത നിന്നെ അറിയിക്കാനാ വന്നത്. നിനക്കതിൽ എതിർപ്പൊന്നുമില്ലല്ലോ? നോക്ക് മോളെ, നീ ഈ വീട്ടിലേക്ക് വന്നിട്ട് 1 മാസം പോലും ആയിട്ടില്ല. പക്ഷെ നിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാ. സരോജയാണെങ്കിൽ നീ എത്രയോ വർഷങ്ങളായി ഈ വീട്ടിൽ നിൽക്കുന്ന ഒരാളെ പോലെയാ നിന്നെ കാണുന്നത്. നീ നിനക്ക് അച്ഛനും അമ്മയും ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ സ്വന്തക്കാരായിട്ട് നിനക്കാരുമില്ലേ അനന്യേ? അമ്മായി, അമ്മാവൻ, ചെറിയച്ഛൻ, ചെറിയമ്മ, ഏട്ടൻ, അനിയത്തി, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയേ. എനിക്ക് ഒരു ചെറിയമ്മ മാത്രമേ ഉള്ളൂ. ഓ, അങ്ങനെയാണോ? എവിടെയാ ഉള്ളത്? ഈ നാട്ടിൽ തന്നെയാണോ? അവരിപ്പോ ഇവിടെയില്ല. ഒരുപാട് ദൂരെയാ ഉള്ളത്. ഒരുപാട് ദൂരെ എന്ന് പറയുമ്പോ വേറെ സ്റ്റേറ്റിലാണോ? അതിലും ദൂരെയാ. വേറെ എവിടെയാ? വിദേശത്താണോ ഉള്ളത്?